ഇത്ര മാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശം നയനയാണെങ്കിൽ അവരെ ശത്രു ആരാന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള തിരക്കിലൊക്കെ അവർ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജ്വല്ലറിയിലാണെങ്കിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പോയിട്ടാണെങ്കിൽ അവിടുത്തെ ഓരോ കാര്യങ്ങളും ഓർഡറൊക്കെ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ ആദർശം അവിടെ പോയി സംസാരിക്കാനൊക്കെ വേണ്ടി ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കിരണും കല്യാണിയൊക്കെ ആണെങ്കിലും അവർക്ക് സപ്പോർട്ടായിട്ടൊക്കെ എല്ലാ കാര്യത്തിനൊക്കെ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ നന്ദു ആണെങ്കിലും നന്ദുവിൻ്റെ രീതിയിലാണെങ്കിലും നന്ദും ഈ കേസ് എൻ്റെ പിറകെ നന്ദുവും പോകുന്നുണ്ട്. അതിനുശേഷം ഒരു ദിവസമാണെങ്കിലും നമ്മൾ ആദർശമാണെങ്കിലും നയനയും കൂടെ കൂടിയാണെങ്കിൽ ജ്വല്ലറിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടാണെങ്കിൽ നമ്മൾ ഡേവിഡ് സാറിനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പം നമ്മൾ ആദർശം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പിന്നെ നവ്യയെ ഇവിടുത്തെ മോഡലായിട്ട് സെലക്ട് ചെയ്തത്? നിങ്ങളെ ശത്രുവല്ലേ? അനന്തപുരിക്കാർ നിങ്ങളെ ശത്രുക്കളാണല്ലോ ഞങ്ങളൊക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ അവിടുത്തെ പെണ്ണിനെ തന്നെ സെലക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഡേവിഡ് പറയുന്നുണ്ട്, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നല്ലേ പറയുന്നത്. പിന്നെ അതുമല്ല, അവർക്കാണെങ്കിലും നിങ്ങൾ അനന്തപുരിക്കാരുമായിട്ടും മൂർത്തി സാറുമായിട്ടാണെങ്കിലും ഭയങ്കര ശത്രുതയാണ്. അത് പിന്നെ നവ്യയ്ക്കാണെങ്കിലും നവ്യയുടെ ഭർത്താവിനാണെങ്കിലും അതുപോലെ തന്നെ നവ്യ പിന്നെ അവിയുടെ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും അത്രയ്ക്കും ശത്രുത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുമല്ല, അവരെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അതുകൊണ്ടാണ് അവർക്ക് അത്രയ്ക്കും പൈസയൊക്കെ ഓഫർ ചെയ്തിട്ടാണെങ്കിൽ അവരെ പിന്നെ ഞങ്ങൾ മോഡലിംഗ് ഒക്കെ ആയിട്ട് എടുത്തതല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് കഴിവും കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നും അല്ലെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദർശ് പറയുന്നുണ്ട്, അത് ശരിയാണ്, അവർക്ക് അത്ര വലിയ കഴിവും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ അനന്തപുരിക്കാരെയൊക്കെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അബിയും നവ്യയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശിൻ്റെ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ നമ്മൾ അബി പറയുന്നുണ്ട്, ഇത് ആദർശേട്ടൻ്റെ സൗണ്ട് കണക്കാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു പഞ്ചാബി ആണല്ലോ എന്നൊക്കെ ഉള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അബിയുടെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അബിയാണെങ്കിൽ കളിയാക്കി പറയുന്നുണ്ട്, ഇനി മുത്തശ്ശൻ്റെ മോനിക്കെങ്ങാനും എന്തെങ്കിലും അബദ്ധം എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കളിയാക്കിയൊക്കെ പരിഹസിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ നവ്യയും പറയുന്നുണ്ട്, ശരിയാണല്ലോ അബി, ഇത് ആദർശേട്ടൻ്റെ സൗണ്ട് കണക്കാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നവ്യയും അങ്ങനെ പറയുന്നത്. അങ്ങനെ ഇവർക്കാണെങ്കിൽ രണ്ടുപേർക്കും സംശയമൊക്കെ തോന്നിയിട്ടാണെങ്കിലും നമ്മൾ ആദർശമാണെങ്കിൽ അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശിൻ്റെ പിറകെയാണെങ്കിൽ നമ്മൾ അബിയും പോകുന്നുണ്ട്. പോയാണെങ്കിൽ ആദർശിൻ്റെ പിന്നാലെ അബി പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദർശമാണെങ്കിൽ നമ്മൾ നയനയായിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട്. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ അബി പറയുന്നുണ്ട്, നവ്യ എന്തായാലും ഉറപ്പിച്ചോ, ഇത് ആദർശേട്ടൻ തന്നെയാണ്, ഇവിടുത്തെ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വേഷം മാറി ഇവിടെ വന്നതാ. അതുമല്ല, നമ്മളൊക്കെ ഇവരുമായിട്ട് വല്ല ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടോ എന്നും, പിന്നെ അനന്തപുരി തറവാടാണെങ്കിലും ഇപ്പോൾ ഇത്രയ്ക്കും മൂർത്തീസ് ജ്വല്ലറി ആണെങ്കിലും ഇത്രയ്ക്കും നാശങ്ങളൊക്കെ സംഭവിച്ചില്ലേ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളും ഇതിൻ്റെ ഓണറൊക്കെ ആരാന്നൊക്കെ അറിയാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ വേഷം മാറി വന്നതെന്നൊക്കെ നമ്മൾ അബിയാണെങ്കിൽ നവ്യ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യ അടുത്താണെങ്കിൽ അബി പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് അവൻ്റെ മുഖംമൂടി ഞാൻ അഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശിൻ്റെ അടുത്തോട്ട് അബി പോകുന്നുണ്ട്. പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആദർശമാണെങ്കിൽ അബിയെ കാണുന്ന സമയത്താണെങ്കിൽ സൗണ്ട് മാറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അബി പറയുന്നുണ്ട്, പിന്നെ എന്തിനാ ആദർശേട്ടാ ഇങ്ങനെ സൗണ്ട് മാറ്റിയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളിനി എത്ര വേഷം മാറി വന്നാലും നിങ്ങളെ മുഖം കാണുന്ന സമയത്താണെങ്കിൽ എനിക്ക് നിങ്ങളെ മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. അബി പറയുന്നുണ്ട്, നിങ്ങൾ മൂർത്തീസ് ജ്വല്ലറി ആണെങ്കിൽ നോക്കി അതിനെ ഈ ഒരു പരുവം വരെ എത്തിച്ച് ഇപ്പോൾ മൊത്തത്തിൽ നാശത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇനി അടുത്ത ജ്വല്ലറിയും അടുത്ത് വന്നിട്ടാണെങ്കിൽ അതും കൂടെ നശിപ്പിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട്, ഏത് ആദർശം, നിങ്ങൾക്ക് ആൾ തെറ്റി പോയതായിരിക്കും, ഞാൻ ആദർശമൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അബി പറയുന്നുണ്ട്, ഓഹോ എന്നാൽ പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ തെളിയിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അബിയാണെങ്കിൽ നമ്മൾ ആദർശിൻ്റെ തലയിൽ ആ തലപ്പാവ് പിടിച്ച് അഴിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആദർശാണെങ്കിൽ ഞെട്ടി എണീക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആദർശ് അത് കണ്ടൊരു സ്വപ്നമായിരുന്നു, അല്ലാതെ യഥാർത്ഥത്തിൽ നടന്ന സംഭവമൊന്നും അല്ലായിരുന്നു. അങ്ങനെ ആദർശാണെങ്കിൽ ആ സ്വപ്നം കണ്ടിട്ടാണെങ്കിൽ ഞെട്ടി എണീക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആണെങ്കിലും സ്വപ്നമൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നയനെ ഉറക്കം എണീക്കുന്നുണ്ട്. അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി ആദർശമായിട്ട് എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, ആ ദുസ്വപ്നം തന്നെയാണ്, നമ്മളാണെങ്കിൽ നമ്മളെ ഈ വേഷം കെട്ടൽ ആരെങ്കിലും പിടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു സംശയത്തിലും കാര്യത്തിലും ആണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാൻ കണ്ട സ്വപ്നത്തിലാണെങ്കിൽ അബിയാണെങ്കിൽ എൻ്റെ ഈ തലപ്പാവ് അഴിക്കുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നയന പറയുന്നുണ്ട്, അത് ആദർശേട്ടനാണെങ്കിൽ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് കിടക്കുന്നുണ്ട്, ഇതിങ്ങനെ പിടിക്കുമോ, വേഷം കെട്ടിയത് ആരെങ്കിലും സംശയം തോന്നുമോ എന്നൊക്കെ ഉള്ളൊരു ആദർശേട്ടൻ്റെ ആ ഒരു ടെൻഷൻ കൊണ്ടാണ് ആദർശേട്ടൻ അങ്ങനെ തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അബി എന്തായാലും ആദർശേട്ടനെ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. ആ രീതിയിലാണല്ലോ ആദർശേട്ടൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അബി ഒരു കാരണവശാലും ആദർശേട്ടനെ കണ്ടുപിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ആദർശനെ ഒന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ നയനെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.